ശാലിനി, ഞാനായിട്ട് കുഴപ്പമുണ്ടാക്കിയതല്ല. ആ രോഹിത് മനഃപൂർവ്വം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ. ഇതിപ്പം നമ്മളായിട്ട് വന്ന് പരിപാടി അലമ്പാക്കിയെന്നാവരുത്. നാളെ ഈ ക്ലബ്ബുകാർക്ക് പറയാൻ ഒരു അവസരം ഉണ്ടാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ പോവാശാനെ, ഇവിടെ ചിലപ്പോ ഇനിയും ബഹളം ഉണ്ടാവും. ശരിയാ, നമുക്ക് പോവാം അമ്മേ. ശിവനങ്ങളെ, നമുക്ക് പോവാം. സത്യേ, നിങ്ങൾ എങ്ങോട്ട് പോന്നു? അവരെവിടെന്നാണോ വന്നത് അവിടേക്ക് തന്നെ അവര് പോന്നു. അത് പറയാ, നീ ആരാടി? ഞാൻ ഇവരുടെ അമ്മ. ഞാൻ ഇവരുടെ അച്ഛന്റെ അമ്മയാ, അച്ഛമ്മ. നീ നിന്റെ അമ്മയുടെ പേര് വലിയവായിൽ വിളിച്ചു പറഞ്ഞല്ലോ, കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളെന്ന്. എടി, അവരെക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് ഇവരുമായിട്ടുള്ളത്. കോടതി അംഗീകരിക്കുന്ന ബന്ധവും അച്ഛൻ വീടുമായിട്ടുള്ളതാ. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോവാ. വാ മക്കളെ. അതപ്പോഴല്ലേ, നമുക്ക് അതപ്പ ആ സമയത്ത് കാണാം. നിനക്ക് അധികകാലം എന്നിൽ നിന്നും ഇവരെ അകറ്റി നിർത്താനാവില്ല. അതിനു വേണ്ടി എന്ത് ഞാൻ ചെയ്യും. ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും ആരെയൊക്കെ നിങ്ങൾ വിലക്കെടുത്താലും എന്റെ കൂടെ ഞാൻ വിളിക്കുന്ന ഈശ്വരൻ മാത്രം മതി. എനിക്കായുസുള്ള കാലത്തോളം എന്റെ മക്കൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആഹാ, അത് ശരി. ഇപ്പൊ തടഞ്ഞിർത്തിയാന്നോ വെല്ലുവിളി? മക്കളെ, നിങ്ങൾ കൊച്ചുങ്ങളെ വിളിച്ച വീട്ടിൽ പോകാൻ നോക്ക്. ഇതിങ്ങനെ പലതും പറഞ്ഞിരിക്കും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എടാ പോടാ. രാഘവേട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ? എന്താ ഭാമി ഇത്? പരിപാടി കാണാൻ വന്നാ പരിപാടി കണ്ടിട്ട് പോകണം, അല്ല പോരടിക്കല്ലേ വേണ്ടത്. അത് ഈ ഓണക്കാലത്ത്. രോഹിത്തെ, കുട്ടികൾ നമ്മുടെ വീട്ടിൽ വരണം. അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാ. എന്തിനാ കരയല്ലേ? മെഡിക്കുട്ടിയായിട്ട് കിടക്കണേ. അച്ഛന്റെ ഭാഗ്യക്കുട്ടി ഉണർന്നോ? എന്റെ പൊന്നു മൂർത്തി, മോളെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. ആ ശാരദ കുളിക്കാണെന്ന് തോന്നുന്നു, അറിയാലോ. നിങ്ങളുടെ മോള് കരയാൻ തുടങ്ങിയാ പിന്നെ എങ്ങനെ കരച്ചിൽ നിർത്തുമെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇന്നൊരു പ്രധാനപ്പെട്ട കേസിന്റെ വിചാരണ തുടങ്ങുക. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് പോയാലേ പിന്നെ എനിക്ക് അവിടെ പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കേസിന്റെ കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിക്കാനും പറ്റില്ല. അതുകൊണ്ട് ശാരദ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ദയവ് ചെയ്ത് മോളൊന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ. താൻ പറഞ്ഞ മുഴുവൻ അവളെ കേട്ടുമെന്ന് തോന്നുന്നു. മോളൊന്ന് അനങ്ങി വരുന്നുണ്ട്. അച്ഛന്റെ ചക്കര മോളെ വാശി പിടിപ്പിച്ചപ്പോ മൂർത്തിക്ക് സമാധാനമായല്ലോ. താൻ പേടിക്കണ്ട മോളെ, ഞാൻ നോക്കിക്കോളാം.